നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. കുന്നംകുളം തെക്കേപ്പുറം പറവളപ്പിൽ സിനീഷ് ഭാര്യ 28 വയസ്സുള്ള ബിമിതയാണ് മരിച്ചത്. പ്രസവം നടന്നത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേറ്റുവ അഴിമുഖത്ത് കടലിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം കുരിക്കുഴി നെച്ചിപ്പറമ്പിൽ അഷ്റഫിന്റെ മകൻ 18 വയസ്സുള്ള അൻസിലിന്റെ മൃതദേഹമാണ് അഴീക്കോട് കടലിൽ നിന്നും കണ്ടെത്തിയത്. വെള്ളത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ രക്ഷപ്പെട്ടിരുന്നു. കുന്നംകുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് റോഡരികിലേക്ക് ചെരിഞ്ഞു. തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. കാണിപ്പയ്യൂർ കെംടെക് അക്വ എന്ന സ്ഥാപനത്തിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. ചാവക്കാട് തിരുവത്രയിൽ തെരുവുനായ ആക്രമണം. കൂടുപൊളിച്ച ആടുകളെ കടിച്ചുകൊന്നു. തിരുവത്ര ജിലാനിയിൽ കറുത്താറയിൽ കുഞ്ഞുമുഹമ്മദിന്റെ 2 ആടുകളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം തെക്കേപ്പുറം സ്വദേശിനി പ്രസവത്തെ തുടർന്ന് മരിച്ചു. തെക്കേപ്പുറത്ത് പറവളപ്പിൽ സിനീഷ് ഭാര്യ ബിമിതയാണ് മരിച്ചത്. 28 വയസ്സാണ്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ബുധനാഴ്ച രാവിലെയാണ് ബിമിത പ്രസവിച്ചത്. ഇതിനിടെ രക്തസമ്മർദ്ദം കൂടിയത് നിയന്ത്രണ വിധേയമാക്കാനായില്ല. തുടർന്ന് ഹൃദയസ്തംഭനവുമുണ്ടായി. വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വൈകിട്ട് 7 മണിയോടെ മരണം സംഭവിച്ചു. ബിമിതയുടെ 2ാമത്തെ പ്രസവമാണിത്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല. സംസ്കാരം വെള്ളിയാഴ്ച 4 മണിക്ക് ആർത്താട് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ചാവക്കാട് തിരുവത്രയിൽ തെരുവുനായ ആക്രമണം. കൂടുപൊളിച്ച് ആടുകളെ കടിച്ചുകൊന്നു. തിരുവത്ര ജിലാനിയിൽ കറുത്താറയിൽ കുഞ്ഞുമുഹമ്മദിന്റെ 2 ആടുകളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. ഇന്ന് പുലർച്ചെ 4-നാണ് സംഭവം. സുബഹി നിസ്കാരത്തിനായി വീട്ടുകാർ എത്തിയപ്പോഴാണ് നായ്ക്കളുടെ ശബ്ദം കേട്ടത്. വീടിന് പുറത്തേക്ക് വന്നപ്പോൾ നായ്ക്കൾ കൂട്ടമായി ആടുകളെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ നായ്ക്കളെ ആട്ടി ഓടിച്ചു. 2 കൂടുകൾ പൊളിച്ച നിലയിലാണ്. പ്രദേശത്ത് തെരുവുനായശല്യം രൂക്ഷമാണെന്ന് വീട്ടുകാർ പറഞ്ഞു. കുന്നംകുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് റോഡരികിലേക്ക് ചെരിഞ്ഞു. ഒഴിവായത് വൻ ദുരന്തം. കാണിപ്പയ്യൂർ കെംടെക് അക്വ എന്ന സ്ഥാപനത്തിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഡെൽവിൻ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് എതിരെ വരികയായിരുന്ന കാറിന് സൈഡ് കൊടുത്തതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ മതിലിൽ ഇടിച്ച് ചെരിയുകയായിരുന്നു. ബസിന്റെ മുൻവശത്തെ ടയർ ചളിക്കുഴിയിൽ താഴ്ന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തുടർന്ന് ബസ്സിൽ നിന്നും യാത്രക്കാരെയെല്ലാം ഇറക്കിയ ശേഷം സമീപത്തെ ചുമട്ട് തൊഴിലാളികളും യാത്രക്കാരും ചേർന്ന് ബസ് കുഴിയിൽ നിന്നും റോഡിലേക്ക് കയറ്റി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വിവരം അറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം പോലീസും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഗുരുവായൂർ ബ്രഹ്മകുളം ആൽമാവിനു സമീപം സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. തൃശൂർ സ്വദേശി പുലിക്കോട്ടിൽ 31 വയസ്സുള്ള ജിനോയ്ക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ എക്സ് പ്രവർത്തകർ ജിനോയെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേറ്റുവ അഴിമുഖത്ത് കടലിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം കുരിക്കുഴി നെച്ചിപ്പറമ്പിൽ അഷ്റഫിന്റെ മകൻ 18 വയസ്സുള്ള അൻസിലിന്റെ മൃതദേഹമാണ് അഴീക്കോട് കടലിൽ കണ്ടത്. ബന്ധുക്കളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ബുധനാഴ്ച വൈകിട്ട് വലപ്പാട് കഴിമ്പ്രം സ്വദേശി രാജുവിന്റെ ശ്രീ മഹാസേനൻ വള്ളത്തിന്റെ കരിയർ വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരും മറിഞ്ഞ വള്ളത്തിൽ പിടിച്ചുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ശക്തമായ തിരയടിച്ച് 3 പേരും കടലിലേക്ക് തെറിച്ചു വീണു. ഇതോടെ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. എന്നാൽ അൻസിലിനെ കാണാതാവുകയായിരുന്നു. ചാവക്കാട് പാലയൂരിൽ ബൈക്കിടിച്ച് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ ബൈക്ക് ഓടിച്ച യുവാവ് അറസ്റ്റിൽ. ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശി മുഹമ്മദ് ഫക്കീർ എന്ന അജ്മലാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 7-ന് പാലയൂർ സെന്ററിൽ വെച്ച് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന തളിയക്കുളത്തിന് സമീപം താമസിക്കുന്ന തകിടിയിൽ തോമസ് എന്ന ബേബിയെ ഇടിച്ച് ബൈക്ക് നിർത്താതെ പോയി. അടുത്ത ദിവസം ഉച്ചയോടെ ബേബി മരണപ്പെടുകയായിരുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ചാവക്കാട് പോലീസ് അജ്മലിനെ അറസ്റ്റ് ചെയ്തത്. അപകടത്തിനിടയാക്കിയ ബൈക്കും കസ്റ്റഡിയിലെടുത്തു.
ചാലിശ്ശേരിയിൽ ഒന്നിനു പുറകെ ഒന്നായി 7 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ബസ്സും 3 ഓട്ടോറിക്ഷകളും 2 കാറുകളും ഒരു ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. വെള്ളിയാഴ്ച 11:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരി വിനീത കുട്ടഞ്ചേരിയുടെ വിയോഗത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരി ശ്രീദേവി സുനിൽ, വായനശാല സെക്രട്ടറി വിമലേഷ് കുമാർ, സഹകരണ ബോർഡ് അംഗം OV ഷനോജ്, ശ്യാമ ദേവദാസ്, KA ശ്രീധരൻ, ഗീത ബാബു, ജിതിൻ, വിശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. കീഴൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ശനിയാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേഖലയിൽ പൂരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കീഴൂർ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നടക്കാറുള്ള ഗജപൂജയിലും ആനയൂട്ടിലും ഇത്തവണ കേരളത്തിലെ തലയെടുപ്പുള്ള 2 ഗജവീരന്മാരാണ് അണിനിരക്കുന്നത്. രാവിലെ 6 മണിക്ക് ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ടത്തിൽ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി പോർക്കുളം കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. മഹാഗണപതി ഹോമത്തിന് അകമ്പടിയായി കേളിയും ഉണ്ടായിരിക്കും. തുടർന്നാണ് ഗജപൂജയും ആനയൂട്ട് നടക്കുക. ഭക്തജനങ്ങൾക്ക് വഴിപാടായും ആനയൂട്ട് നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. വിവിധ പൂര കമ്മിറ്റികളുടെ സഹകരണത്തോടെയാണ് ആനയൂട്ട് സംഘടിപ്പിക്കുന്നത്. ആനയൂട്ട് ദിവസം രാവിലെ 7:30 മുതൽ 9 മണിവരെ ഭക്തജനങ്ങൾക്കായി ഊട്ടുപുര പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ആനയൂട്ടിനുള്ള അരി, നാളികേരം, പഴവർഗ്ഗങ്ങൾ എന്നിവ ഭക്തരിൽ നിന്നും വഴിപാടായി സ്വീകരിക്കും. വാർത്താ സമ്മേളനത്തിൽ VV വിമൽ, C പ്രവീൺകുമാർ, സജിനി പ്രേമൻ, KV ആനന്ദൻ, PG മഹേഷ് എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ കൊരട്ടിക്കര ആറ്റൂര് വളപ്പിൽ 59 വയസ്സുള്ള സുലൈമാൻ, സ്കൂട്ടർ യാത്രികരായ എടപ്പാൾ വലിയ പീടികയിൽ 19 വയസ്സുള്ള അനീസ നർഗീസ്, ചങ്ങരംകുളം കോക്കൂർ അന്നിക്കര വീട്ടിൽ 18 വയസ്സുള്ള ഹൈറുനിസ എന്നിവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അൻസാർ ആശുപത്രിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുക തിരിച്ചു നൽകാത്ത വടക്കേക്കാട് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ എന്ന CPIM വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. നിക്ഷേപകർക്ക് നിക്ഷേപ തുക അടിയന്തരമായി തിരിച്ചു നൽകണമെന്നും ഭരണസമിതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് 4 കല്ല് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മുക്കിലപീടിക സെന്റർ സഹകരണ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് ചേർന്ന യോഗം CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ഷംസു കല്ലൂർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PK ബിജു, VV വിനോദ്, M ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് 2 ആണ്ട്. മരണമില്ലാത്ത ഓർമ്മകളെ സ്മരിക്കുകയാണ് നാട്. കേരള രാഷ്ട്രീയത്തിലെ പകരം വയ്ക്കാനില്ലാത്ത ജനനായകന്റെ ഓർമ്മകൾക്ക് 2 ആണ്ട് പൂർത്തിയാകുന്നു. 2023 ജൂലൈ 18-നാണ് സമാനതകളില്ലാത്ത പ്രിയ നേതാവ് വിടവാങ്ങിയത്. പുതുപ്പള്ളിക്കാരുടേതു മാത്രമല്ല, കേരളക്കരയുടെ സ്വന്തം കുഞ്ഞൂഞ്ഞായിരുന്നു അദ്ദേഹം. ജനമനസ്സുകളിൽ അത്രയും ഇടം പിടിച്ച കറകളഞ്ഞ രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അപൂർവം. തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനെന്ന് അനുയായികളും എതിരാളികളും ഒരുപോലെ വിശേഷിപ്പിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവായി അറിയപ്പെടാനായിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ആൾക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഊർജം. ജനങ്ങളുടെ പ്രശ്നങ്ങളെ കേട്ട് അവർക്കൊപ്പം നിന്ന് പരിഹരിക്കുക എന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെ ചര്യയാകണമെന്ന പാഠമാണ് തന്റെ ജീവിതത്തിലൂടെ ഉമ്മൻചാണ്ടി നൽകിയത്. പിന്തുടർന്ന് വേട്ടയാടലുകളുണ്ടായപ്പോഴും എല്ലാ വിവാദങ്ങളെയും പ്രതിഷേധങ്ങളെയും ചിരിച്ചുകൊണ്ടു നേരിട്ടു അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ വിയോഗം സൃഷ്ടിച്ച വിടവ് ഇന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതേപടി നിലനിൽക്കുന്നു. കാലമെത്ര താണ്ടിയാലും ജനഹൃദയങ്ങളിൽ ഈ ജനനായകന്, കേരളത്തിന്റെ കുഞ്ഞൂഞ്ഞിന് മരണമില്ല. കാട്ടകമ്പൽ ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ പുലർച്ചെ തന്ത്രി കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും ഗജപൂജയും നടന്നു. തുടർന്ന് ഔഷധക്കൂട്ടുകളോടെ തയ്യാറാക്കിയ
ചോറൂരുള്ള കൊമ്പൻ ഊക്കൻ കുഞ്ചുവിന് നൽകി തന്ത്രി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ക്ഷേത്രമേൽശാന്തി പള്ളിപ്പാട്ട് സുബ്രഹ്മണ്യൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വഴിപാടായി നൂറുകണക്കിന് ഭക്തർ ആനയൂട്ട് നടത്തി. കേരളത്തിലെ പേരുകേട്ട 11 കൊമ്പന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ഭക്തരുടെ സമൂഹ രാമായണ പാരായണം നടന്നുവരുന്നുണ്ട്. കർക്കിടകം 16-ന് ഔഷധക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. ആനയൂട്ടിന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വനിതാ ശിശുക്ഷേമ വകുപ്പും തൃശൂർ ജില്ലാ ഭരണകൂടവും സംയുക്തമായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ശിശുപരിപാലനത്തിന്റെ വിവിധ വശങ്ങളെ ഉൾപ്പെടുത്തി പാരന്റ് അപ്പ് പദ്ധതിയിൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഉബൈദുള്ള ക്ലാസ് എടുത്തു. സീനിയർ ചൈൽഡ് വെൽഫെയർ അസോസിയേറ്റ് ആരതി ബൈജു, സീനിയർ ചൈൽഡ് വെൽഫെയർ അസോസിയേറ്റ് ആതിര PTA പ്രസിഡന്റ് സാബു ഐനൂർ, ഹെഡ് മിസ്ട്രസ് മേഴ്സി മാത്യു, സ്കൂൾ കൗൺസിലർ ഷാരി എന്നിവർ സംസാരിച്ചു. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ആരംഭിച്ചു. കർക്കിടകം മുഴുവൻ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, രാമായണ പാരായണം, വൈകിട്ട് ഭഗവത് സേവ എന്നിവയുണ്ടാകും. കർക്കിടകം 7 വരെ വൈകിട്ട് ഭക്തി പ്രഭാഷണം, ഔഷധക്കഞ്ഞി വിതരണം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ആധ്യാത്മിക ആചാര്യൻ പുളിക്കൽ പ്രസാദിന്റെയായിരുന്നു ആദ്യ പ്രഭാഷണം. ജൂലൈ 27-ന് ഇല്ലനിറ ആഘോഷിക്കും. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ലോക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് എക്സൈസ് റേഞ്ച് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ സാജിദ എസ് സിനി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്കൂളിലേക്ക് റാലിയും ഉണ്ടായി. ചാവക്കാട് MRRM സ്കൂളിൽ നിന്നാരംഭിച്ച റാലി സ്കൂൾ പ്രധാന അധ്യാപിക M സന്ധ്യ ഫ്ലാഗ് ഓഫ് ചെയ്തു. ചാവക്കാട് ഉപജില്ലയിലെ വിവിധ സ്കൂളിൽ നിന്നുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും യൂണിറ്റ് ലീഡർമാരും റാലിയിൽ പങ്കെടുത്തു. നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്ക്, വാർഡ് കൗൺസിലർ ഫൈസൽ കനാമ്പുള്ളി, പ്രധാനാധ്യാപിക PK ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം വിവിധയിടങ്ങളിൽ ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം നെഹ്റു നഗർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ തെരുവുകളിൽ അന്തിയുറങ്ങുന്നവർക്കും അതിഥി തൊഴിലാളികൾക്കും പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KC റെജി മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MV സുരേഷ് കുമാർ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടിജിൻ ജോൺ, സെബിൻ രാജ്, S ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് മണ്ഡലം ഉമ്മൻചാണ്ടി ചാരിറ്റി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുറുക്കൻപാറയിലെ ഓഫീസിൽ നടത്തിയ അനുസ്മരണം പ്രസിഡന്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ സാംസൺ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ഡേവിസ് സ്വാഗതവും സൈമൺ ചെമ്മണ്ണൂർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ AP ബെന്നി, NR രാജൻ, ജോസ് പോൾ, മാത്യൂസ് പനക്കൽ, CK സുരേഷ്, നസീർ, ഷാജു ആർത്താറ്റ് തുടങ്ങി മെമ്പർമാരും ഭാരവാഹികളും അനുഭാവികളും അർച്ചന നടത്തി. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറുക്കൻപാറ സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് സെക്രട്ടറി CK ഷാജി സ്വാഗതം ആശംസിച്ചു. മുൻ ചെയർമാൻ T സുബ്രഹ്മണ്യൻ, MS സുഗുണൻ, CK റസാഖ്, സഫിയ മൊയ്തീൻ, ആബിദ, സത്യഭാമ, വിജേഷ് VM, ഷാജു വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി 5ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി 2ാം ചരമദിനത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. വാർഡ് രക്ഷാധികാരി AK റാഫേൽ അന്തിക്കാട്, വാർഡ് പ്രസിഡന്റ് TR ഷിജു, വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത്, സെക്രട്ടറി റോബിൻ റാഫേൽ അന്തിക്കാട്, ബൂത്ത് പ്രസിഡന്റ് ലിജോ കണ്ണനായ്ക്കൽ, സീനിയർ നേതാവ് KK ജോസഫ്, VK രാജൻ, ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് വാർഡ് 11-12ന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണം തൃശൂർ ജില്ലാ ഇൻകാസ് ഗ്ലോബൽ കോർഡിനേറ്റർ ചന്ദ്രപ്രകാശ് ഇടമന ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജീസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ദേവസി ചുങ്കത്ത്, യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ടിക്സൺ കാഞ്ഞിരത്തിങ്കൽ, നേതാക്കളായ ജോയ് വടക്കുമുറി, അബ്രഹാം പുത്തൂർ, ജോസഫ് വടക്കുമുറി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ കടവലൂർ ബ്ലോക്ക് സെക്രട്ടറി ജോയ് കയ്യാലവിളയുടെ നേതൃത്വത്തിൽ മണിമലർക്കാവ് മേഖലയിൽ അനുസ്മരണം നടത്തി. മുതിർന്ന നേതാക്കളായ പരമേശ്വരൻ അരുവാത്തോട്ടിൽ, മോഹനൻ തെക്കൂട്ട്, വാർഡ് പ്രസിഡന്റ് സുരേഷ് പാലയിൽ, ബൂത്ത് പ്രസിഡന്റ് ലോറൻസ് അറക്കൽ, വാർഡ് മെമ്പർ CD സൈമൺ, ലിജി ലോറൻസ്,
രവി വട്ടംപറമ്പിൽ, പിനോജ്, ഗിരീഷ് കൊമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസ് പരിസരത്ത് നടന്ന അനുസ്മരണത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് വി ബാലചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ തമ്പി മാസ്റ്റർ, കെ ജ്യോതിഷ്, കെ ശൈലജ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ കെ പ്രമോദ്, സി ബെന്നി, മിനി ഗ്രിഗറി, രവീന്ദ്രൻ പോർക്കുളം എന്നിവർ നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി NR ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി പ്രിയേഷ് അയ്യരകത്ത്, നേതാക്കളായ മൂസ ആലത്തയിൽ, TM പരീദ്, TK സക്കരിയ തുടങ്ങിയവർ സംസാരിച്ചു. കബീർ തെങ്ങിൽ, മൊയ്തുണ്ണി ചാലിൽ, മൊയ്തീൻ, അമീൻ, സജിൽ ബാവുണ്ണി, ഹൈദർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ അനുസ്മരണം AICC മെമ്പർ അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ ഭരണാധികാരിയാണ് ഉമ്മൻചാണ്ടിയെന്ന് അനിൽ അക്കര അഭിപ്രായപ്പെട്ടു. പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി സിജു പാവർട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പുവാളൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ BV ജോയ്, പ്രസാദ് വാഗ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NA നൌഷാദ്, AD സാജു, ജെയ്സൺ ചാക്കോ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ റോബി ഫ്രാൻസിസ്, മീര ജോസ്, ധന്യ സിബിൽ, ഷമീറ ഖാദർമോൻ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, VK മുഹമ്മദ്, സാംസൺ പുലിക്കോട്ടിൽ, സോണി സക്കറിയ, ബിജു C ജോബ്, ശ്രാവൺ സിദ്ധാർത്ഥ്, സുബ്രു ഐനൂർ, ജനാർദ്ദനൻ അദിയാരത്ത്, KK രവി, രാജൻ കരിയാമ്പ്ര, KK ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. B.Ed കോഴ്സിൽ പഠനവൈകല്യം എന്ന വിഷയത്തിൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2ാം റാങ്ക് കരസ്ഥമാക്കി കുന്നംകുളം സ്വദേശിനി തൃശൂർ റോഡ് ഗാന്ധിജി നഗർ ഫസ്റ്റ് അവന്യൂവിൽ ചുങ്കത്ത് വീട്ടിൽ പരേതനായ ജാക്ക് ഷീജ ദമ്പതികളുടെ മകൾ ജാസ്മിനാണ് റാങ്ക് നേടിയത്. മൂവാറ്റുപുഴ നിർമ്മല സദൻ ട്രെയിനിംഗ് കോളേജിൽ നിന്നാണ് B.Ed പൂർത്തീകരിച്ചത്. MSc ക്ലിനിക്കൽ സൈക്കോളജിയിൽ 6ാം റാങ്ക് നേടിയിരുന്നു. ബിരുദ വിദ്യാർത്ഥിയായ ജെയ്സൺ സഹോദരനാണ്. CPIM എളവള്ളി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന PR രാമകൃഷ്ണൻ ചരമദിനാചരണം സംഘടിപ്പിച്ചു. എളവള്ളി മമ്മായി സെന്ററിൽ നടന്ന ചരമവാർഷികാചരണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ പതാക ഉയർത്തിയ ശേഷം ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, TN ലെനിൻ, TK ചന്ദ്രൻ, KP രാജു, PV അശോകൻ, ശ്രീകുമാർ വാഗ, TD സുനിൽ, VA പ്രമോദ്, KM പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. എരമംഗലം ALP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത ഫോക്ലോർ കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് വെളിയത്ത് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക VS മിനി, മാതൃസമിതി പ്രസിഡന്റ് ബദരിയ, വിദ്യാരംഗം കൺവീനർ ശരണ്യ IV എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടന്നു. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറും ICA കോളേജ് സുവോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ കമാൽ അധ്യക്ഷയായ ചടങ്ങിൽ സയൻസ് അധ്യാപകരായ ധന്യ ടീച്ചർ സ്വാഗതവും റിമ ടീച്ചർ നന്ദിയും പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ക്വിസ് മത്സരവും ചാന്ദ്രദിന ബോധവൽക്കരണ അവതരണവും നടന്നു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,060 രൂപ, പവന് 72,450 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 121 രൂപ. ചർമ്മം മന്ദലാങ്കുന്ന് എടയൂരിൽ താമസിച്ചിരുന്ന തെരുവത്ത് വീട്ടിൽ കൂളിയാട്ട് അബു നിര്യാതനായി. 88 വയസ്സായിരുന്നു. ഖബറടക്കം മന്ദലാങ്കുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. പരേതയായ കുഞ്ഞാമിയാണ് ഭാര്യ. നൌഷജ, നുജൈബ, നജീബ എന്നിവർ മക്കളാണ്. കുന്നംകുളം അടുപ്പുട്ടി തെക്കേക്കര സൈമൺ ഭാര്യ അന്നമ്മ നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടക്കും. സാനി, സജി, സുജ എന്നിവർ മക്കളാണ്.
അവിയൂർ ഏറാഞ്ചേരി ക്ഷേത്രത്തിന് വടക്കുഭാഗം താമസിക്കുന്ന ഓവാട്ട് മോഹിനി നിര്യാതയായി 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വാസു ഭർത്താവും വിനീഷ്, വിനീത, വിമിത, നിഷ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. കുന്നംകുളം തെക്കേപ്പുറം പറവളപ്പിൽ സിനീഷ് ഭാര്യ 28 വയസ്സുള്ള ബിമിതയാണ് മരിച്ചത്. പ്രസവം നടന്നത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേറ്റുവ അഴിമുഖത്ത് കടലിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം കൂരിക്കുഴി നെച്ചിപ്പറമ്പിൽ അഷ്റഫിന്റെ മകൻ 18 വയസ്സുള്ള അൻസിലിന്റെ മൃതദേഹമാണ് അഴീക്കോട് കടലിൽ നിന്നും കണ്ടെത്തിയത്. വള്ളത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ രക്ഷപ്പെട്ടിരുന്നു. കുന്നംകുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് റോഡരികിലേക്ക് ചെരിഞ്ഞു. തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. കാണിപ്പയ്യൂർ കെംടെക് അക്വ എന്ന സ്ഥാപനത്തിന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. ചാവക്കാട് തിരുവത്രയിൽ തെരുവുനായ ആക്രമണം. കൂടുപൊളിച്ച് ആടുകളെ കടിച്ചുകൊന്നു. തിരുവത്ര ജിലാനിയിൽ കറുത്താറയിൽ കുഞ്ഞുമുഹമ്മദിന്റെ 2 ആടുകളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.